CPM ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് തുടരുന്നു. എഐക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ കോർപ്പറേഷൻ മേയർ ധാരണ ലംഘിച്ചുവെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. ജില്ലയിൽ കോൺഗ്രസിനെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിയുക്ത DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും ജോസഫ് ടാജറ്റ്. എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിൽ ആനയിടിഞ്ഞു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച ആന വീണ്ടും അതിരപ്പള്ളിയിലെത്തി. ഗ്രാം MDMA-യുമായി 2 പേർ കയ്പമംഗലം പോലീസിന്റെ പിടിയിൽ. ചളിങ്ങാട് സ്വദേശി ഫരീദ്, ചന്ദ്രാപിന്നി സ്വദേശി സാബിത്ത് എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂർ കൂനംമൂച്ചിയിൽ ബസ്സിടിച്ച് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുതുശ്ശേരി സ്വദേശി കുര്യനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. എഐക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുന്നംകുളത്ത് നടക്കുന്ന CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. AI ഉപയോഗത്തോടെ കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം കൂടുകയും പ്രതിസന്ധി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്നതാണ് നവകേരള സൃഷ്ടി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രക്രിയ കൂടിയാണ് നടക്കുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് വലിയ മുൻകൈ ലഭിക്കുന്നുണ്ട്. തികച്ചും സ്വേച്ഛാധിപത്യ നിലപാടാണ് ട്രംപിന്റെ വരവോടുകൂടി സ്വീകരിക്കുന്നത്. നാട് കടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ കയ്യും കാലും വിലങ്ങിട്ടാണ് കയറ്റി അയച്ചത്. ഇതിനെതിരെ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ലെന്നതും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് ആണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി, AK ബാലൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, P സതീദേവി, K രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ, M സ്വരാജ്, ഡോക്ടർ PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ, NR ബാലൻ, MK കണ്ണൻ എന്നിവർ പങ്കെടുത്തു. ചൊവ്വാഴ്ച ഉച്ചവരെയാണ് പ്രതിനിധി സമ്മേളനം. വൈകിട്ട് 5-ന് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. TCV കുന്നംകുളം. CPM ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ തൃശൂർ മേയർക്കെതിരെ പരാമർശം. മേയർ ടേം വ്യവസ്ഥ ലംഘിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2.5 വർഷത്തിന് ശേഷം മേയർ പദവി വെച്ചുമാറണമെന്നായിരുന്നു ധാരണ. എന്നാൽ അത് നടപ്പിലാക്കാൻ മേയർ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജില്ലയിലെ BJPയുടെ വളർച്ച തടയാനായില്ല. പാർട്ടി പ്രവർത്തനങ്ങളിൽ അടിമുടി മാറ്റം അനിവാര്യമാണെന്നും ക്രൈസ്തവ മേഖലയിലെ വോട്ട് ചോർച്ചയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കരുവന്നൂർ വിഷയം പാർട്ടിക്ക് കനത്ത പ്രഹരമായെന്നും പ്രാദേശിക ജാഗ്രത കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലയിൽ കോൺഗ്രസിനെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിയുക്ത DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. തൃശൂരിൽ TCVയോട് സംസാരിക്കുകയായിരുന്നു ജോസഫ് ടാജറ്റ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും എന്നിൽ അർപ്പിച്ച വിശ്വാസം, അത് 100% ആത്മാർത്ഥതയോടുകൂടി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ പരിഗണന. ഇന്ന് പാർട്ടിയെ കരകയറ്റ, പാർട്ടിയെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഫോർഫ്രണ്ടിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ തിരിച്ചുവരവ് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ജില്ലയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ ഓരോ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇപ്പോൾ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം അതൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഞാനതിന് പരമാവധി നമുക്ക് മുതിർന്ന നേതാക്കന്മാർ മുതൽ താഴെ തട്ടിലുള്ളവരെല്ലാവരെയും ക്ഷമയോടെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങളും പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ട, അതിനുവേണ്ട സമയം കണ്ടെത്തി പാർട്ടിയെ താഴെ തട്ടിൽ നിന്ന് സജ്ജമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിൽ ആനയിടിഞ്ഞു. തടത്താവിള ശിവ എന്ന ആനയാണ് ഇടഞ്ഞത്. ആറാട്ട് നടക്കുന്നതിനിടെയാണ് സംഭവം. ആനപ്പുറത്തുണ്ടായിരുന്ന തന്ത്രി അടുത്ത വീട്ടിലെ ബാത്റൂമിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടു. എലിഫന്റ് സ്ക്വാഡ് എത്തി ക്യാപ്ചർ ബെൽറ്റിട്ട് ആനയെ തളച്ചു.
നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചികിത്സ നൽകി വനപാലകർ വിട്ടയച്ച കാട്ടാന വീണ്ടും അതിരപ്പള്ളിയിലെത്തി. കഴിഞ്ഞ മാസം 25-നാണ് വൈൽഡ് ലൈഫ് ഓഫീസർ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ആനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയത്. കാലടി പ്ലാന്റേഷന്റെ വെറ്റിലപ്പാറ ഭാഗത്ത് വെച്ച് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. പിന്നീട് വ്രണത്തിൽ മരുന്ന് വയ്ക്കുകയും ആന്റിബയോട്ടിക് കുത്തിവെപ്പ് നടത്തുകയും ചെയ്തു. ചികിത്സ കഴിഞ്ഞുപോയ ആന 2 തവണ നേരത്തെ അതിരപ്പള്ളി മേഖലയിൽ എത്തിയിരുന്നു. ഇന്ന് രാവിലെ അതിരപ്പള്ളിയിലെത്തിയ ആന മുറിവേറ്റ ഭാഗത്ത് തുമ്പിക്കൈ കൊണ്ട് മണ്ണ് വാരിയിടുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ആനയുടെ മസ്തകത്തിലെ മുറിവ് ഭേദമായിട്ടില്ലെന്ന് പറയുന്നത്. എന്നാൽ വനംവകുപ്പ് അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പറപ്പുള്ളിത്തറയിൽ സോമൻ, വക്കനാംപറമ്പിൽ തങ്കച്ചൻ എന്നിവരുടെ കൃഷിയിടത്തിൽ വാഴ, കവുങ്ങ് എന്നീ കൃഷികളാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ഇറങ്ങുമ്പോഴും വനംവകുപ്പ് അനാസ്ഥ തുടരുകയാണെന്ന് പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. മേഖലയിൽ ആന ഇറങ്ങാതിരിക്കാൻ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. സോളാറിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി വേലി നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ബാറ്ററി തകരാറിലായതാണ് വനംവകുപ്പ് പറയുന്നത്. പുതിയ ബാറ്ററി സ്ഥാപിക്കാൻ ഫണ്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. സ്വന്തമായും പാട്ടത്തിനടുത്തും കൃഷി നടത്തുന്ന നിരവധി പേർ മേഖലയിലുണ്ട്. തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്നത് മൂലം കൃഷി നടത്താനാകാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. കയ്പമംഗലത്ത് കാറിൽ കടത്തിയ 13 ഗ്രാം MDMA-യുമായി 2 പേർ പോലീസ് പിടിയിലായി. ചളിങ്ങാട് സ്വദേശി മതിലകത്ത് വീട്ടിൽ ഫരീദ്, ചന്ദ്രാപിന്നി ഈസ്റ്റ് സ്വദേശി പുതിയായിക്കാരൻ സാബിത്ത് എന്നിവരാണ് പിടിയിലായത്. കാറിന്റെ റിയർവ്യൂ മിററിന്റെ ഉള്ളിൽ കടലാസിൽ പൊതിഞ്ഞ് കവറിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത്. ബാംഗ്ലൂരിൽ നിന്നും റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ബിസിനസിന്റെ മറവിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേനയാണ് ഇവർ MDMA വാങ്ങിക്കുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തൃശൂർ റൂറൽ SP B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം പിടിയിലായത്. കൊടുങ്ങല്ലൂർ DYSP VK രാജു, ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു, SI സൂരജ്, ഡാൻസ് ഓഫ് SI ഷൈൻ, ASI-മാരായ സൂരജ് വി ദേവ്, ലിജു ഇയാനി, സീനിയർ CPO ബിജു സോണി, CPO-മാരായ നിഷാന്ത്, ഷിൻഡോ, സീനിയർ CPO-മാരായ ഗിരീഷ്, ഡൻസ്മോൻ, CPO ഫാറൂഖ് തുടങ്ങിയവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ കൂനമ്പൂച്ചിയിൽ ബസ്സിടിച്ച് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുതുശ്ശേരി ചൊവ്വല്ലൂർ വീട്ടിൽ 64 വയസ്സുള്ള കുര്യനാണ് മരിച്ചത്. കൂനമ്പൂച്ചി സെന്ററിൽ രാവിലെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന കുറുപ്പത്ത് ബസ്സാണ് ഇടിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഉച്ചയോടെ മരണം സംഭവിച്ചു. കനത്ത ചൂടിൽ തീപിടുത്തങ്ങളേറുന്നു. തീപിടുത്ത സാധ്യതകൾ ഒഴിവാക്കണമെന്ന് ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ മാത്രം 10-ലധികം തീപിടുത്തങ്ങളാണ് ഉണ്ടായത്. 9 ദിവസത്തിനുള്ളിൽ 28 തീപിടുത്തങ്ങൾ അണച്ചതായി തൃശൂർ ഫയർഫോഴ്സ് പറയുന്നു. കനത്ത ചൂടിൽ വയലുകളിലും പുൽക്കാട് നിറഞ്ഞ ഒഴിഞ്ഞ പറമ്പുകളിലുമാണ് കൂടുതലായും അഗ്നിബാധ ഉണ്ടാകുന്നത്. വെയിലേറ്റ് കരിഞ്ഞു നിൽക്കുന്ന പുൽക്കാടുകളിൽ തീ അതിവേഗം പടർന്നു പിടിക്കും. സമീപത്തെ മരങ്ങളും കത്തി നശിക്കും. മലയോര മേഖലകളിലും തീപിടുത്തം പതിവാണ്. മുൻകാലങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കനത്ത ചൂടിൽ തീപിടുത്തങ്ങൾ ഏറുന്നതെങ്കിൽ ഇപ്പോൾ ജനുവരിയിൽ തന്നെ ചൂടിന്റെ ആധിക്യമേറി. പെരിങ്ങോട്ടുകരയിൽ സ്കൂൾ വാർഷികാഘോഷത്തിനിടെ ഇതര സംസ്ഥാനക്കാരനായ 15-കാരൻ സ്കൂൾ വിദ്യാർത്ഥികളെ ആക്രമിച്ചതായി പരാതി. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ വാർഷികാഘോഷത്തിനിടെയാണ് കുട്ടികൾക്ക് നേരെ ശാരീരികമായി ഉപദ്രവം നടന്നതായി പ്രധാനാധ്യാപിക പോലീസിൽ പരാതി നൽകിയത്. സ്റ്റേജിൽ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കെ ശുചിമുറിയിലേക്ക് പോയ 3 ആൺകുട്ടികൾക്ക് നേരെയാണ് ഉപദ്രവമുണ്ടായത്. സ്കൂളിന് സമീപത്തുള്ള ആക്രി സംഭരണ കേന്ദ്രത്തിൽ തൊഴിലെടുക്കുന്ന 15-കാരനാണ് ആക്രമണം നടത്തിയത്. പ്രായപൂർത്തിയാകാത്തതിനാൽ കൂടുതൽ നിയമവശങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ലെന്നാണ് സൂചന. സ്കൂളിലെ നിർമ്മാണ സാമഗ്രികളും കളിയുപകരണങ്ങളും മോഷണം പോകുന്നത് പതിവാണെന്നും ശുചിമുറികൾ വൃത്തികേടാക്കുകയാണെന്നും പ്രധാനാധ്യാപിക KG ബിന്ദുവും PTA പ്രസിഡന്റ് KR പ്രതീഷും പറഞ്ഞു. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ സ്വകാര്യ ബസ്സിടിച്ച് മാൻ ചത്തു. ദേശീയപാത കുറുകെ കടക്കുകയായിരുന്ന മാനിനെയാണ് തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഇടിച്ചത്.
ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകളുടെ വിവരങ്ങളടങ്ങിയ പൂരം പത്രിക പ്രകാശനം ചെയ്തു. ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് നടന്ന ചടങ്ങ് മുതിർന്ന മേള കലാകാരൻ മഠത്തിൽ നാരായണൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. മേള പ്രമാണി പെരുവനം കുട്ടൻ മാരാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരനും പ്രേംരാജ് ചുണ്ടലാത്തിനും നൽകി പത്രികയുടെ പ്രകാശനം നിർവഹിച്ചു. കൊടിയേറ്റം ഏപ്രിൽ 3-നും തിരുവാതിര വിളക്ക് ഏപ്രിൽ 5-ന്, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. 1443ാമത് ആറാട്ടുപുഴ പൂരമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. തൃശൂർ ജില്ലയിലെ 6 നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട 24 ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരാണ് ദേവമേളയിലെ പങ്കാളികൾ. മലയാള കവിതയിലെ മാറ്റങ്ങൾ ആശാവഹമാണെന്നും പുതിയ കവികൾ വായനയ്ക്കും അറിവിനും ആവേശം പകരുന്നതാണെന്നും കവി ഡോക്ടർ സി രാവുണ്ണി പറഞ്ഞു. തൃശൂർ ലിറ്റററി ഫോറം ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച കവിതയുടെ ഉച്ചവെയിൽ എന്ന സംവാദവും കവിതാ അവതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കവികളെയും കവിതകളെയും ചേർത്തു നിർത്താനുള്ള ഹൃദയവിശാലത നിരൂപക സമൂഹം കാണിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദേശാഭിമാനി പുരസ്കാരം ലഭിച്ച രാവുണ്ണിയെ ചടങ്ങിൽ ആദരിച്ചു. കവികളായ S. കണ്ണൻ, TG അജിത, സണ്ണി തെക്കത്ത്, ഉഷ K. വാര്യർ, തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PRK ചേനം, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച കുഴി അപകടക്കെണിയാകുന്നു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി എടക്കഴിയൂർ കാജ സ്റ്റോപ്പിനോട് ചേർന്ന് പാലത്തിനായി നിർമ്മിച്ച കുഴിയാണ് പണി പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് അപകടക്കെണിയായത്. കുഴിയുടെ അരികിലായി സ്ലാബുകൾ പണിയാത്തതുമൂലം റോഡ് ഇടിഞ്ഞുപോകുന്ന അവസ്ഥയിലാണ്. ഒരാഴ്ചയോളമായി ഇവിടം കുഴിച്ചിട്ട് ഇതുവരെയും പണി തുടങ്ങിയിട്ടില്ല. സമീപത്തെ കടകളിലേക്ക് പൊടി അടിച്ചു കയറുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കടയുടമകൾ പറഞ്ഞു. സമീപത്തെ വീടുകളിലേക്കും പൊടിയുടെ ശല്യം രൂക്ഷമാകുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് ഉടൻ പണി പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 66 ചാവക്കാട് എടക്കഴിയൂർ കാജ കമ്പനി സ്റ്റോപ്പിലുള്ള പാലവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സ്ലാബ് പണിയുന്നതിന് വേണ്ടിയിട്ട് കുഴിയെടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരാഴ്ചയുടെ മേലെ ഇപ്പോൾ ഇത് കുഴിയെടുത്തിട്ട് ഇതിലെന്ത് സംബന്ധിച്ചാൽ യാത്രക്കാരുടെ അസൗകര്യങ്ങൾ വലിയൊരു പ്രശ്നമാണ്. കാരണം സർവീസ് റോഡ് കറക്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരാഴ്ചയുടെ മേലായി ഒരു വാഹനം പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പൊടിപടലങ്ങൾ. അന്തിക്കാട് പരപ്പൻശാൽ കോൾപ്പടവിൽ ചണ്ടി വന്നടിഞ്ഞത് മൂലം കൃഷി നശിക്കുന്നു. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി ചക്കണ്ടാത്ത് പുഷ്കരന്റെ 50 സെന്റ് ഉൾപ്പെടെ നിരവധി കർഷകർക്ക് കൃഷിനാശമുണ്ടായി. കഴിഞ്ഞ ഡിസംബറിൽ പെയ്ത കനത്ത മഴയിൽ പല മേഖലകളിൽ നിന്നായി ഒഴുക്കിൽ വന്നടിഞ്ഞ ചണ്ടിയാണ് കൃഷിക്ക് വിനയായത്. 30 ഏക്കർ നെൽപ്പാടമാണ് പടവിലുള്ളത്. ഭൂരിഭാഗം നെൽച്ചെടികളും ചണ്ടി വന്നടിഞ്ഞ് ഇതിനകം നശിച്ചു കഴിഞ്ഞു. ചില പാടങ്ങളിൽ 5-6 നെൽച്ചെടികൾ കൂട്ടങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലം സംഭവിച്ചതെന്ന് കർഷകൻ ചക്കാണ്ടൻ പുഷ്കരൻ പറയുന്നു. ഒരു ഏക്കർ 15 സെൻറ്റ് സ്ഥലത്ത് ഞാൻ കൃഷി പന്തിട്ടുണ്ട്. അതിൽ 80% കൃഷിയും കഴിഞ്ഞ പേമാരി മൂലം നശിച്ചുപോയി. ഒരു 15,000 രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയതിന് ശേഷമാണ് ഈ മഴ വന്നത്. മഴ വന്നപ്പോൾ എല്ലാ കൃഷിയും ഒരു 17 ദിവസം മുങ്ങിക്കിടന്നു. ശക്തമായ കാറ്റും പ്രഷറും വന്നതോടുകൂടി ആ ഭാഗത്തുണ്ടായ ചണ്ടികൾ മുഴുവൻ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് തെക്കൻ മേഖലയിൽ വന്ന് വടക്കൻ മേഖലയിൽ വന്നിട്ട് എൻ്റെ കൃഷി ആകെ മൂടിക്കിടന്നു. അത്രയും ദയനീയാവസ്ഥ എനിക്ക് ഈ പ്രാവശ്യം ഉണ്ടായി. കൃഷിനാശം വിലയിരുത്തി സർക്കാരിന്റെ അടിയന്തര സഹായം ഉണ്ടാകണമെന്ന് പരപ്പൻ ചാൽപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് വിശ്വംഭരൻ കാരമാക്കൽ, സെക്രട്ടറി NT ഷജിൽ എന്നിവർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി എങ്കക്കാട് വാഴാനി റോഡിലെ ഡെലീസ ഹോട്ടലിന് സമീപത്തെ പുല്ലിന് തീപിടിച്ചു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ SK കലേഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ GL വിഷ്ജു, B സുഭാഷ് K, അനിഷാൽ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 2-ാം വാർഡിൽ കൃഷിക്ക് ഭീഷണിയായിരുന്ന 8 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുല്ലൂരിൽ വാഴകൃഷി നടത്തുന്ന ബാലൻ പയ്യപ്പാട്ട്, തിലകൻ ചീരോത്ത്, പൂവന്തറ പ്രകാശൻ എന്നിവരുടെ കൃഷിയിടങ്ങളിൽ നിന്നായി 150ഓളം വാഴകൾ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നശിച്ചിരുന്നു. കർഷകർ പഞ്ചായത്തിലും കൃഷിഭവനിലും നൽകിയ പരാതികളെ തുടർന്നാണ് അധികൃതർ നടപടി സ്വീകരിച്ചത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ
അംഗീകൃത ഷൂട്ടർമാരെ ഉപയോഗിച്ചാണ് വെടിവെച്ചത്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നവീകരണത്തിന്റെ ഭാഗമായി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഇരുഭാഗങ്ങളിലും താൽക്കാലിക വളയം കൊണ്ട് നിർമ്മിക്കുകയും ചുറ്റുമുള്ള വെള്ളം വറ്റിക്കുകയും ചെയ്തു. വലിയ 5 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് 2 ആഴ്ച കൊണ്ട് വെള്ളം വറ്റിക്കൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. റെഗുലേറ്ററിന്റെ അടിയിലെ വെള്ളം വറ്റിയതോടെ JCB ഉപയോഗിച്ച് തുണികൾക്കിടയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും കല്ലുകളും മറ്റും നീക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. റെഗുലേറ്ററിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. തുടർന്ന് പുതിയ ഷട്ടറുകളുടെ നിർമ്മാണവും സ്ഥാപിക്കലും നടക്കും. മഴക്കാലത്തിന് മുൻപ് റെഗുലേറ്ററുകൾ നവീകരണം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. റെഗുലേറ്റർ നവീകരണം സിവിൽ വർക്കിന് 2.4 കോടി രൂപയും മെക്കാനിക്കൽ വർക്കിന് 2.62 കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. വാഴാനി, ചിമ്മിനി ഡാമുകളിൽ നിന്നും കാലവർഷ മഴയിൽ ഒഴുകിവരുന്ന അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴിയും ഏനമാവ് റെഗുലേറ്റർ വഴിയുമാണ്. കിഴക്കൻ മേഖലയിലെ അതിവിശാലമായ പാടശേഖരങ്ങളിലേക്കും തീരദേശ മേഖലയിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കും കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണികളിലേക്കും പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കേണ്ടതും ഇടിയഞ്ചിറ ഏനമാവ് റെഗുലേറ്ററുകൾ നിയന്ത്രിച്ചുകൊണ്ടുവേണം. അതിനാൽ തന്നെ ഇടിയഞ്ചിറയിലും ഏനമാവിലും റെഗുലേറ്ററുകൾ നവീകരിക്കുക എന്നത് കർഷകരുടെയും നാട്ടുകാരുടെയും വർഷങ്ങളായുള്ള ആവശ്യമാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് ഓരോ വർഷവും നിർമ്മിക്കുന്ന താൽക്കാലിക വളയം ബണ്ടുകൾ റെഗുലേറ്റർ നവീകരണം പൂർത്തിയാകുന്നതോടെ വേണ്ടിവരില്ലെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. TCV ന്യൂസ്, പാവറട്ടി. എവറസ്റ്റ് കീഴടക്കാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് നബീൽ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ ഒരാൾ. കൊടുങ്ങല്ലൂർ എറിയാട് കാട്ടുപറമ്പിൽ നബീൽ എന്ന 32കാരൻ. വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ ചൊക്രിമുടി മലയിറങ്ങി വരുന്നതിനിടെ കണ്ടുമുട്ടിയ അപരിചിതനായ വഴിയാത്രക്കാരനാണ് നബീലിന്റെ മനസ്സിൽ എവറസ്റ്റ് എന്ന ആഗ്രഹത്തിന്റെ വിത്ത് വിതച്ചത്. എവറസ്റ്റ് കയറാൻ ഏകദേശം 50 ലക്ഷം രൂപയാകും എന്നറിഞ്ഞതോടെ സ്വപ്നം ഉപേക്ഷിക്കാനൊരുങ്ങിയ നബീലിനെ പ്രോത്സാഹിപ്പിച്ചത് സുഹൃത്തുക്കളും നാട്ടുകാരിൽ ചിലരുമാണ്. കഴിഞ്ഞ 5 വർഷമായി ശരീരത്തെ ഒരുക്കിയെടുക്കുവാനുള്ള കഴിഞ്ഞ പ്രയത്നത്തിലാണ് നബീൽ. ദിവസവും പുലർച്ചെ 4 മണി മുതൽ വ്യായാമം ആരംഭിക്കും. എവറസ്റ്റ് കീഴടക്കാനുള്ള പരിശ്രമത്തിന്റെ മുന്നോടിയായി ചെറുതും വലുതുമായ നിരവധി പർവ്വതങ്ങൾ കയറിക്കഴിഞ്ഞു നബീൽ. 12,500 അടി ഉയരമുള്ള ഉത്തരാഖണ്ഡിലെ ഖണ്ഡയാണ് അക്കൂട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം. എവറസ്റ്റ് കയറുന്നതിന് മുന്നേ 7,000-ലധികം മീറ്റർ ഉയരമുള്ള പർവ്വതം കയറി ശാരീരിക ശേഷി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരുക്കത്തിലാണ് നബീൽ ഇപ്പോൾ. ഒപ്പം പണം കണ്ടെത്തുവാനുള്ള ശ്രമത്തിലുമാണ്. ഈ എവറസ്റ്റിലേക്ക് യാത്ര പോകുമ്പോൾ ഇത്ര വലിയ സാമ്പത്തിക ചെലവ് വരുമെന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു 55 ലക്ഷത്തോളം അടുത്ത് സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. 4 വർഷമായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ മലകയറ്റം വേറെ ഉണ്ട്. തയ്യാറെടുപ്പ് പോലെ 4 വർഷം പൂർണ്ണമായിട്ടും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ത്രിദിന ചിത്രകലാ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. സബ് ജില്ലയിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി കളക്ടറും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമായ T മുരളി അധ്യക്ഷത വഹിച്ചു. ക്ലിന്റ് ചിത്രരചനാ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ AK അജിതകുമാരി നിർവഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ MK പശുപതി, പ്രിൻസിപ്പൽ PN അയന, ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ P ഭാനുമതി, സെക്രട്ടറി PK വിജയൻ എന്നിവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് 4ാം വാർഡിൽ പൂന്തിരുത്തിയിൽ പത്തായം റോഡ് നാടിന് സമർപ്പിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. 4ാം വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി മുഖ്യാതിഥിയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, പഞ്ചായത്ത് അംഗം സുനിത പ്രസാദ്, മുഹമ്മദ്, വൈസ് ചെയർമാൻ മുഹമ്മദ്, റാഫി, ആശാവർക്കർ സുലേഖ, മുഹമ്മദ്, ഇക്ബാൽ, അശോകൻ, മജീദ്, ഹൈദർ, അബ്ദുൽ ഖാദർ, അഷ്റഫ്, ജഹാംഗീർ എന്നിവർ സംസാരിച്ചു. ജന്മനാ ഉള്ള പരിമിതികളെ മറികടന്ന് മുന്നേറുകയാണ് അയ്യന്തോൾ സ്വദേശി ആൻമൂക്കൻ. ഡൗൺ സിൻഡ്രോം രോഗബാധിതയായ ആൻമൂക്കൻ. സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിലെ സർഗാത്മക ബാലികാ പുരസ്കാരം ആൻമൂക്കനായിരുന്നു. മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും പുരസ്കാരം സ്വീകരിച്ച ആനിനെ
അഭിനന്ദനവുമായി സഹപാഠികൾ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി. സംസ്ഥാന യോഗ ഒളിമ്പ്യാഡിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരേയൊരു ഭിന്നശേഷി വിദ്യാർത്ഥിയാണ് ആൻ. പോണ്ടിച്ചേരിയിൽ നടന്ന ഇന്റർനാഷണൽ യോഗ ഒളിമ്പ്യാഡിൽ പൊതുവിഭാഗത്തിൽപ്പെട്ട 1500 കുട്ടികൾക്കൊപ്പവും ആൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ആംഡ് ഫോഴ്സ് സംഘടിപ്പിച്ച നാഷണൽ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുവാൻ കേരളത്തിൽ നിന്നും പ്രത്യേക ക്ഷണം സ്വീകരിച്ച 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ആൻ മൂക്കനായിരുന്നു. കൊൽക്കത്തയിൽ നടന്ന വോക്ക് വിത്ത് ഡിഫറൻസ് എന്ന നാഷണൽ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ആനിനെ തേടിയെത്തി. യോഗയ്ക്കും മോഡലിംഗിനുമൊപ്പം നൃത്തവും നീന്തലും ആനിനെ ഏറെ പ്രിയപ്പെട്ടവയാണ്. ഡൽഹിയിൽ നടന്ന നാഷണൽ ഡൗൺ സിൻഡ്രോം അത്ലറ്റിക് മീറ്റിൽ 100 മീറ്റർ റേസിൽ ബ്രോൺസ് മെഡലും, തൃശൂർ സബ് ജില്ലാ സ്പെഷ്യൽ ചൈൽഡ് അത്ലറ്റിക് മീറ്റിൽ 100 മീറ്റർ റേസിൽ സിൽവർ മെഡലും ആൻ കരസ്ഥമാക്കി. ആരും പഠിപ്പിച്ചു കൊടുത്തല്ല, സ്വന്തം ഇഷ്ടത്തോടെയാണ് ആൻ പാട്ടിന് ചുവടുവെക്കുന്നത്. അവൻ്റെ ചേട്ടനുണ്ട്, ചേട്ടൻ ചെയ്യുന്ന എന്താണോ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അങ്ങനെ ഒരു കഴിവ് അവൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള കുട്ടിയായി മാറണം എന്നുള്ള ഒരു ട്രെയിനിങ്ങും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു തെറാപ്പീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടാൻ ഞങ്ങൾ ക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. അവളുടെ ആഗ്രഹം പ്രാർത്ഥന ചെയ്യാറ് എല്ലാതും ഒരു ഡയറക്ഷൻ അവളുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ളൊരു ഡൗൺ സിൻഡ്രോമുള്ള കുട്ടിയായിട്ടല്ല ഞങ്ങൾ അവളെ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തോ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആനിനെ എന്നും കൂട്ടായി സഹപാഠികളും അധ്യാപകരുമുണ്ട്. ആനിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആൻ്റെ ഒരു ടീച്ചറാവാൻ പറ്റി എന്നുള്ളത് അധ്യാപന ജീവിതത്തിൽ തന്നെ വലിയൊരു അഭിമാന നിമിഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അധ്യാപികയാവണത്. അപ്പോൾ എനിക്ക് ആൻ ഇങ്ങനെ വന്നതും ആന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നോർമലായിട്ടുള്ള കുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറയണേ അതുപോലെ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൻ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരാറുണ്ട്. ആന 1ൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ നിർമ്മല സ്കൂളിൽ വരുന്നത്. അപ്പോൾ 1 തൊട്ട് 7 വരെയും ഈ കുട്ടികൾ തന്നെയാണ് ഇവരുടെ സഹപാഠികളായിരുന്നു. ശരിക്കും അവരിലെ അമ്മയെ ഉണർത്തിയത് ആനാന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്രയധികം അവർ അന്ന് തൊട്ട് എന്നെ കെയർ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഇങ്ങനെ കണ്ണ് നിറച്ചിട്ടുണ്ട്. ആനിന്റെ വിജയങ്ങൾക്ക് പിന്തുണയുമായി അധ്യാപകരായ അച്ഛൻ ജീനും അമ്മ പിൻസിയും സഹോദരൻ താരുവും കൂടെയുണ്ട്. 2024 കേരള സംസ്ഥാന ഭിന്നശേഷി സർഗാത്മക ബാലിക അവാർഡ് നേടിയ ആൻ മൂക്കൻ്റെ കൂടെയാണ് നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ചത്. തുടർന്നുള്ള ജീവിതത്തിലും ആനിനെ എല്ലാവിധ നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ സിബി പോട്ടോറിനോടൊപ്പം ഡെൽന ലാസ്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുവാൻ അനുവദിക്കരുതെന്ന PTA കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം PTA അംഗങ്ങൾ രംഗത്തെത്തി. ബഡ്സ് സ്കൂളിനെതിരെ PTAയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് രാഷ്ട്രീയ പ്രേരിതവും ഭിന്നശേഷി കുട്ടികളോടുള്ള വെല്ലുവിളിയുമാണെന്ന് മുൻ PTA പ്രസിഡന്റും നിലവിലെ കമ്മിറ്റി അംഗവുമായ NP അജയൻ ആരോപിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തും സംസ്ഥാന സർക്കാരും കുടുംബശ്രീയും ചേർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ ഭിന്നശേഷി കുട്ടികൾക്കായി എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഭിന്നശേഷി കുട്ടികൾക്കാണ് ബഡ്സ് സ്കൂൾ. PTA പ്രസിഡന്റും SMC ചെയർമാനും ഒരു വിഭാഗം കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരും ചേർന്ന് പദ്ധതി രാഷ്ട്രീയ പ്രേരിതമാക്കി പദ്ധതി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം കൂടിയായ NP അജയൻ ആരോപിച്ചു. ഒരു വിഭാഗം PTA ഭാരവാഹികളുടെ നിലപാട് മനുഷ്യത്വരഹിതമാണെന്നും PTA അംഗങ്ങളായ അസീസ്, അശ്വതി രാകേഷ്, വിനീത രതീഷ് എന്നിവർ കുറ്റപ്പെടുത്തി. അനിമ്പൂർ പഞ്ചായത്ത് 5ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച കുന്നത്തങ്ങാടി KSEB BSNL റോഡ് നാടിന് സമർപ്പിച്ചു. അനിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. 140 മീറ്റർ നീളമുള്ള റോഡ് 5 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. ജനപ്രതിനിധികളായ CD വർഗീസ്, PA ജോസ്, CP പോൾ, ഷിമി ഗോപി, K രാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരുടെ സംഘടനയായ KCEF കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം എറിയാട് നടന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. KCEF താലൂക്ക് പ്രസിഡന്റ് സലീം കയ്പമംഗലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് AK സതീഷ് കുമാർ, സെക്രട്ടറി PR പ്രമോദ്, CP തമ്പി, ജിയോ ജോസ്, PS മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. എല്ലാ നേതാക്കന്മാരുടെയും സുഹൃത്തുക്കളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ അമ്മയും അച്ഛനുമാണ് വലുത്. അവർ പട്ടിണിക്ക് ഇരുന്നിട്ടും അവർക്ക് വയസ്സാകാലത്ത് മരുന്ന് വാങ്ങി കൊടുക്കാൻ മാർഗമില്ലാതെ ഒടിപിടിച്ച് പത്രത്തിൽ പേര് വരുന്ന രാഷ്ട്രീയ നേതാവ് ആവണ്ട എന്ന് തീരുമാനിച്ച് തലക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ ഗോൾഡ് അപ്രൈസറായി ജോലി വാങ്ങിയ ഒരു സഹകരണ ജീവനക്കാരനാണ് ഞാനെന്ന കാര്യം അഭിമാനത്തോടു കൂടി പങ്കുവയ്ക്കുകയാണ്. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷിച്ചു. പുലർച്ചെ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പുണ്ടാകും. ഇന്ന് ദ്വാദശി വേലയാണ്. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു. ദിവ്യബലിക്ക് മാർപ്പോളി കണ്ണോക്കാടൻ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. തിങ്കളാഴ്ച ടൗൺ അമ്പ് നടക്കും. ഭാരത് സേവക് സമാജിന്റെ നേതൃത്വത്തിൽ PSC പരിശീലന പദ്ധതി വഴി ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ തസ്തികയിൽ 5ാം റാങ്ക് ലഭിച്ച രേഷ്മയ്ക്ക് സ്വീകരണം സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KG ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഭാരത് സേവക് സമാജം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV രാജു അധ്യക്ഷത വഹിച്ചു. വിപിത രാജേഷ്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് ഗൗഡ്സ് ആൻഡ് ഗൈഡ്സ് തൃശൂർ ഈസ്റ്റ് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിഷൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ ഗൃഹപ്രവേശനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ താക്കോൽദാനം നിർവഹിച്ചു. തൃശൂർ മേയർ MK വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. സ്കൌട്ട് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി NK പ്രഭാകരൻ നാടമുറിച്ച് ഗൃഹപ്രവേശനം നടത്തി. തൃശൂർ DO അൻസാർ അധ്യക്ഷത വഹിച്ചു. മണ്ണുത്തി കൊഴുക്കുള്ളി ഹാപ്പി നഗറിലുള്ള ഗൈഡ് സംഘത്തിനാണ് ഭവനം നിർമ്മിച്ചു നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ജില്ലാ സെക്രട്ടറി ജിഷ S പുത്തൂർ, ജില്ലാ ട്രഷറർ AM ജെയ്സൺ, സീനിയർ സ്കൌട്ട് മാസ്റ്റർ CI തോമസ്, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ VS ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 102ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KR ആശ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷേർലി ദിലീപ് കുമാർ, CF ജോയ്, മെമ്പർമാരായ അനിൽ, സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. കൊമ്പൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനടക്കം 16 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ മേഖലയിലെ 20ഓളം പ്രാദേശിക വേല ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള തെയ്യം, തിറ, പൂതം, കാളി, കരിങ്കാളി, കാള, കാവടി തുടങ്ങി വേലപൂരം നടന്നു. തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് നടന്ന ദേവസ്വം എഴുന്നള്ളിപ്പിൽ കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ ഭഗവതിയുടെ തിടമ്പേറ്റി. 10ഓളം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക പൂരങ്ങൾ വൈകിട്ട് ക്ഷേത്രത്തിലെത്തി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനടക്കം 16 ഗജവീരന്മാർ അണിനിരന്നു. NGO യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ വാർഷിക സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PS പ്രേംദാസ്, KR ഷാബിമോൻ, PA പ്രവീൺദാസ്, AS സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അധ്യക്ഷനായി. വിരമിക്കുന്ന പ്രധാനാധ്യാപിക TK രാജിക്ക് യാത്രയയപ്പ് നൽകി.
വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, സ്റ്റാഫ് സെക്രട്ടറി KK ചന്ദ്രൻ, PTA പ്രസിഡന്റ് TJ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. കുമരനെല്ലൂർ ഒന്നാംകല്ല് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ വാർഷികാഘോഷം നടന്നു. വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ PV സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ അബ്ദുൽ സത്താർ, പ്രിൻസിപ്പൽ ഭാസുര അജിത, സ്റ്റാഫ് സെക്രട്ടറി ഇസ്ന ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,900, പവന് 63,200 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,500 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് തുടരുന്നു. AIക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ കോർപ്പറേഷൻ മേയർ ധാരണ ലംഘിച്ചുവെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. ജില്ലയിൽ കോൺഗ്രസിനെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിയുക്ത DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും ജോസഫ് ടാജറ്റ്. എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. മരട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച ആന വീണ്ടും അതിരപ്പള്ളിയിലെത്തി. 13 ഗ്രാം MDMA-യുമായി 2 പേർ കയ്പമംഗലം പോലീസിന്റെ പിടിയിൽ. ചളിങ്ങാട് സ്വദേശി ഫരീദ്, ചന്ദ്രാപ്പനി സ്വദേശി സാബിത്ത് എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂർ പൂനംമുച്ചിയിൽ ബസ്സിടിച്ച് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുതുശ്ശേരി സ്വദേശി കുര്യനാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.